നമസ്കാരം. ഡൽഹിയിലെ അധികാര കസേരയിലിരുന്ന് ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും പുണ്യങ്ങളെയും പുച്ഛിച്ചു തള്ളിയ ഒരു കുടുംബത്തിന് കാലം നൽകിയ പ്രഹരത്തിന്റെ കഥയാണിത്. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് അഹങ്കരിച്ചവർക്ക് ഭാരതത്തിന്റെ പുണ്യാത്മാക്കളായ സന്യാസിമാരുടെ കണ്ണീരിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന വിചിത്രമായ സത്യം. 1966 നവംബർ മാസം 7-ാം തീയതി ഭാരതം കണ്ട ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ച ദിവസം. ഗോമാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് സന്യാസിമാർ പാർലമെന്റിന് മുന്നിലെത്തിയത് കൈകളിൽ പൂക്കളും ചുണ്ടുകളിൽ മന്ത്രങ്ങളുമായാണ്. പക്ഷേ ജന്മം കൊണ്ട് മാത്രം ഭാരതീയനും ശീലം കൊണ്ട് സായിപ്പുമായിരുന്ന നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി അവർക്ക് നേരെ ഉതിർത്തത് വെടിയുണ്ടകളായിരുന്നു. കാവി വസ്ത്രമിട്ട സന്യാസിമാരുടെ ചോര കൊണ്ട് ഡൽഹിയിലെ തെരുവുകൾ ചുവന്നു. ആ ചോരയിൽ കുളിച്ചു കിടന്ന തന്റെ സഹോദരങ്ങളെ കണ്ട് ഉള്ളുരുകി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കൽപാത്രി മഹാരാജ് ഇന്ദിരയെ നോക്കി ശപിച്ചത്. നിനക്ക് നിന്റെ മക്കൾക്കും ഈ ഭൂമിയിൽ സ്വാഭാവികമായ ഒരു മരണം ഉണ്ടാവില്ല. ആ വാക്കുകൾ വെറുമൊരു ശാപമായിരുന്നില്ല, അതൊരു വിധിയായിരുന്നു. പിൽക്കാലത്ത് ലോകം കണ്ടത് ആ ശാപം ഓരോന്നായി നടപ്പിലാകുന്നതാണ്. സനാതന ധർമ്മത്തെ പരിഹസിച്ച ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകർ തന്നെ വെടിവെച്ചു കൊന്നു. ആകാശത്ത് അഹങ്കാരത്തോടെ പറന്നു നടന്ന സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കത്തിയമർന്നു. മകൻ രാജീവ് ഗാന്ധി ആകട്ടെ തമിഴ് മണ്ണിൽ ബോംബ് സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിപ്പോയി. ഒന്നും സ്വാഭാവികമായ മരണങ്ങളല്ല. സന്യാസിമാരുടെ ആത്മരോധനം ആ കുടുംബത്തിന്റെ ഓരോ തലമുറയെയും വേട്ടയാടുന്ന കാഴ്ചയാണിത്. അന്ന് പാർലമെന്റിന് മുന്നിൽ സന്യാസിമാരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി കരുതിയിട്ടുണ്ടാകില്ല ഓരോ തുള്ളി രക്തവും ആ കുടുംബത്തിന്റെ നാശത്തിലേക്കുള്ള വിത്താണെന്ന്. ഭാരതത്തിന്റെ പവിത്രമായ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് കാലം കരുതി വെച്ച കാവ്യ നീതിയാണിത്. ഇന്ന് അവരുടെ പിന്മുറക്കാർ അധികാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജനം അവരെ ചവറ്റുകുട്ടയിലേക്ക് തള്ളുമ്പോൾ ആ പഴയ സന്യാസിമാരുടെ ആത്മരോധനം നമുക്ക് കേൾക്കാം. സന്യാസിമാരുടെ ചോര വീണ ആ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ശാപം ഇന്ന് ആ പ്രസ്ഥാനത്തെ മുഴുവനായി വിഴുങ്ങിക്കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കുക, പുണ്യാത്മാക്കളുടെ കണ്ണുനീർ വീണ ഈ മണ്ണിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് അധികകാലം വാഴാൻ കഴിയില്ല. നെഹ്റു തുടങ്ങി വെച്ച ആ സനാതന വിരുദ്ധ നയങ്ങൾ ഇന്ദിരയിലൂടെയും രാജീവിലൂടെയും കടന്ന് ഇന്ന് രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി വെറും ഒരു ഓർമ്മയായി മാറുകയാണ്. ഭാരതത്തിന്റെ പുണ്യത്തെയും പാരമ്പര്യത്തെയും അംഗീകരിക്കാത്തവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന് കാലം അടിവരയിട്ട് കഴിഞ്ഞു. ഇറ്റാലിയൻ സംസ്കാരം തലയിലേറ്റിയവർക്ക് ഭാരതത്തിന്റെ ആത്മാവ് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ഈ ശാപത്തിന്റെ തീക്കനൽ ആ വംശം പൂർണ്ണമായും അവസാനിക്കുന്നത് വരെ അണയില്ല. ഭാരതീയർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അധികാരം നിലനിർത്താൻ നോക്കിയവർക്ക് വിധി നൽകിയ ശിക്ഷയാണിത്. ഇനി എത്ര വട്ടം ഗംഗയിൽ മുങ്ങിയാലും എത്ര അമ്പലങ്ങളിൽ കയറി നിരങ്ങിയാലും സന്യാസിമാരുടെ ആ പഴയ ശാപത്തിൽ നിന്ന് ഈ കുടുംബത്തിന് മോക്ഷമില്ല. ഭാരതത്തിന്റെ പുണ്യത്തെ തൊട്ട് കളിച്ചാൽ അതൊരു കുടുംബമായാലും ഒരു പാർട്ടി ആയാലും അവർക്ക് രക്ഷയില്ല എന്നതിന് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ തെളിവാണ് നെഹ്റു കുടുംബത്തിന്റെ ഈ വീഴ്ച. ഈ ശാപത്തിന്റെ കനൽ ഇന്നും അണഞ്ഞിട്ടില്ല. അത് ആ പാരമ്പര്യം മുഴുവൻ ദഹിപ്പിക്കുന്നത് വരെ തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ TV.